ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിബിലാസ് ഡയറി. ഒരു മുളക് ബജിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിവിടെ അതിന് വേണ്ടി ഒരു 10-14 മുളക് ബജിയുടെ മുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ മേലിരിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് ഒപ്പിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുളക് 2 രീതിയിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറയുന്നത്, നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ മുളകിൻ്റെ നടുഭാഗത്ത് മാത്രം കത്തി വെച്ചൊന്ന് കയറി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വൈറ്റ് പ്ലാസിൻ്റെയും വൈറ്റ് ഗ്ലാൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് റിമൂവ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭയങ്കര എരിവാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് റിമൂവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം കൈയൊക്കെ ഭയങ്കരമായിട്ട് എരിയുന്നുണ്ടായിരുന്നു. ഇനി പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. ഇനി ഇതാ രണ്ടാമത്തെ രീതിയാണ്. നമുക്ക് മുളക് 2ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ വൈറ്റ് കളർ ഗ്ലാൻസ് എന്തായാലും എല്ലാവരും റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ മുളകിൻ്റെ സ്കിന്ന് മാത്രം മതി, ഒരു പച്ചക്കളർ മാത്രം മതി. ഇനി നമുക്കിത് മാവിലിട്ടിട്ട് വേണമല്ലോ ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പം അതിനുള്ള ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1.5 കപ്പ് കടലമാവാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യാനുസരണം നിങ്ങൾ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്നും ബാറ്ററായി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുളക് ബജി കുറച്ചൊന്ന് പൊന്തി വരണമല്ലോ, ഒരുപാടല്ല, കുറച്ചൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് 1/2 ടീസ്പൂൺ മാത്രം ഞാനിവിടെ ബേക്കിംഗ് സോഡയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്താൽ മതി. നമുക്കൊരു മീഡിയം സൈസിൽ നമ്മുടെ ബജി പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതോടുകൂടി തന്നെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ മുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകൊക്കെ. ഇനി ചൂടായിരിക്കുന്ന ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മുടെ മുളക് മാവിൽ നമ്മുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം, കാരണം അത് അത്ര എരിവൊന്നുമില്ല. മുളക് ബജി കഴിക്കാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീരെ എരിവില്ലാത്തൊരു ഐറ്റമാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇവിടെ കഴിച്ചതാണ്. നമ്മുടെ ആ വൈറ്റ് ഗ്ലാൻസ് ഉണ്ടല്ലോ, നമ്മുടെ ചില്ലിൻ്റെ ഉള്ളിലുള്ളത്, അതാണ് നമുക്ക് എരിവ് തരുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത്ര എരിവൊന്നുമില്ല. ഇൻഫാക്റ്റ് തീരെ എരിവില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം ഇത്ര തന്നെയുള്ളൂ. നമ്മുടെ ബജി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക അസ്സലാമ.